ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ലഡു ആണ്. ഒരു സ്വീറ്റ് ഐറ്റമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഡ്രൈ ഫ്രൂട്ടിൻ്റെ ലഡു ആണ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ള ബദാമാണ്. ബദാം ഞാനിവിടെ 1/4 കിലോ എടുത്തിട്ടുണ്ട്. 1/4 കിലോ ബദാമാണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് 1/4 കിലോ കശുവണ്ടി പരിപ്പാണ് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത്. 1/4 കിലോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഒരു തേങ്ങയുടെ പീരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തത് നമ്മൾ മധുരത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. എന്നിട്ട് ആദ്യം തന്നെ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ബദാം ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ബദാമിൻ്റെ കളറ് ഒന്ന് ലൈറ്റായിട്ട് ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്ത് രണ്ടിൻ്റെയും കളർ ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തണുക്കാനായിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് ചേഞ്ച് ചെയ്യാം. അത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങാപ്പീര ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ അടുത്തായിട്ട് തേങ്ങയൊക്കെ വറുത്തെടുത്തു. അതിന് ശേഷം ഇനി അടുത്തായിട്ട് ശർക്കര വെള്ളമാക്കി അരിച്ചെടുക്കേണ്ടതാണ്. നമുക്ക് ശർക്കര മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ശർക്കര വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ തേങ്ങാപ്പീരയിലോട്ട് വറുത്തെടുത്ത തേങ്ങാപ്പീരയിലോട്ട് ശർക്കര വെള്ളം അരിച്ചിടുക. ശേഷം ആ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മുടെ നട്ട്സൊക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. നട്ട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് നല്ലോണം അത് നമ്മുടെ തേങ്ങാപ്പീരയും ശർക്കരയും എല്ലാമായിട്ട് നല്ലോണം ഒന്ന്
കുഴച്ചെടുക്കുക, കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. എന്നാലേ അത് കറക്റ്റായിട്ടെല്ലാം നല്ല രീതിക്ക് വരത്തുള്ളൂ. നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ലഡു ആക്കി മാറ്റാവുന്നതാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.